പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ച നമ്മുടെ ഈ സംസ്ഥാനത്ത് എന്തിനാണ് ഒരു ഹരിതകർമ്മസേന? അതുപോലെ തന്നെ ഇവർക്ക് മാസം തോറും 50 രൂപ യൂസർ ഫീ കൊടുക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടിന്റെ മുകളിൽ അയൽപക്കക്കാരന്റെ മരം ചരിഞ്ഞു നിൽക്കുന്നത് വെട്ടിത്തരുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ വെട്ടിത്തരാറില്ല. അതിനുള്ള പരിഹാര മാർഗം എന്താണ്? ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് മാസം തോറും 50 രൂപ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം. അതിന് ഗവൺമെന്റ് 2023 ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. പരാമർശിത ഉത്തരവുകൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന മുഖേന പാഴ്വസ്തു ശേഖരണത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത യൂസർ ഫീ ഈടാക്കാവുന്നതാണെന്നും ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമ സാധുതയുണ്ടായിരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവരിൽ നിന്നും യൂസർ ഫീ നൽകുന്നതിൽ കുടിശ്ശിക വരുത്തിയവരിൽ നിന്നും പ്രസ്തുത തുക വസ്തുനികുതി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കേണ്ടതാണ്. ഈ ഉത്തരവിന് 2023 ഏപ്രിൽ 1 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. ഇതുകൂടാതെ ഈ ഉത്തരവ് പ്രകാരം തുടർച്ചയായി 3 മാസം ഈ യൂസർ ഫീ കൊടുക്കാതിരുന്നാൽ 50% പിഴയോടുകൂടി പൊതുനികുതിയിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുനികുതിയിൽ നിന്നോ ഈ തുക നമ്മളിൽ നിന്ന് ഈടാക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ BPL കുടുംബങ്ങൾക്ക് ഈ യൂസർ ഫീ നൽകേണ്ടതില്ല. അതുകൂടാതെ നമ്മുടെ വീടുകൾ ദീർഘകാലത്തേക്ക് അടച്ചിടുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്പറിനോടോ പഞ്ചായത്ത് സെക്രട്ടറിയോടോ പറഞ്ഞ് നമ്മളെ വീട് അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ യൂസർ ഫീയിൽ നിന്നും നമ്മളെ ഒഴിവാക്കി തരും. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സ്ഥിരമായി ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇതുപോലെ നമ്മുടെ മെമ്പർമാരടുത്തോ പഞ്ചായത്ത് സെക്രട്ടറിയോടോ ഇത് പറയുകയാണെങ്കിൽ അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ ഒരു യൂസർ ഫീയിൽ നിന്നും നമ്മളെ ഒഴിവാക്കി തരും. ഹരിതകർമ്മസേനയുടെ ഈ മാസം തോറുമുള്ള യൂസർ ഫീയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ പാലിക്കണം. അല്ലാതെ നമ്മൾ ഈ ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ അവരുടെ കയ്യിൽ ഈ പണം കൊടുക്കാതെ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ മുകളിലേക്ക് അയൽപക്കക്കാരന്റെ മരം അപകടാവസ്ഥയിൽ ചരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളത് വെട്ടിത്തരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചിലപ്പോൾ അവർ വെട്ടിത്തരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുകയും ഈ തർക്കങ്ങൾ അവസാനം കളക്ടറേറ്റ് വരെ നീണ്ടുപോകാറുമുണ്ട്. ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്? നിയമം എന്താണ് പറയുന്നത്? അതായത് ദുരന്ത നിവാരണ നിയമം 2005 ഇതിനെക്കുറിച്ചൊരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായി നിലയിൽ നിൽക്കുന്ന മരങ്ങൾ കാലവർഷക്കെടുതിയിൽ മറഞ്ഞു വീണ് വ്യക്തികളുടെ ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കാൻ പ്രസ്തുത മരങ്ങളുടെ ഉടമസ്ഥൻ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും മരങ്ങൾ മുറിച്ചു മാറ്റുകയോ വെട്ടിയൊതുക്കുകയോ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കേണ്ടതാണ്. പ്രസ്തുത മരങ്ങൾ മുറിച്ചു മാറ്റാത്ത പക്ഷം ഇതിന്മേൽ ഉണ്ടാകുന്ന സകലമാന കഷ്ടനഷ്ടങ്ങൾക്കും ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 32(v) പ്രകാരം മരങ്ങളുടെ ഉടമസ്ഥൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ഇതിനാൽ അറിയിക്കുന്നു. അയൽപക്കക്കാരനോട് കടുത്ത വിരോധം കാരണം അവരുടെ വീടിന്റെ പുറത്തേക്ക് കിടക്കുന്ന തങ്ങളുടെ മരങ്ങൾ വെട്ടിക്കൊടുക്കാൻ മടി കാണിക്കുന്ന അനേകർ ഇന്ന് കേരളത്തിലുണ്ട്. അവർ ഈ നിയമം ഒന്ന് മനസ്സിരുത്തി പഠിക്കുന്നത് നന്നായിരിക്കും. അത് കൃത്യമായി പഠിച്ച് ആ മരം വെട്ടിക്കൊടുക്കണോ വേണ്ടയോ എന്ന് കൃത്യമായ രീതിയിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ അപകടമുണ്ടായാൽ കയ്യിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ആവിയായി പോവും. അതിന് യാതൊരു തർക്കവുമില്ല.